എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ചെയ്യാം. അജയും അക്ഷയും കൂട്ടുകാരാണ്. ഈ അടുത്ത് പരിചയപ്പെട്ട കൂട്ടുകാർ. അഞ്ജലി അജയുടെ സഹോദരിയാണ്, പെങ്ങളാണ്, ഇളയ പെങ്ങൾ. അപ്പം തുടങ്ങി. അളിയ ഒരു പുതിയ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചെക്ക് ചെയ്ത് നോക്കടാ. അളിയ നമുക്കൊന്ന് നോക്കാം. എന്നാളിയാ ചെക്ക് ചെയ്ത് നോക്കാം. അളി ഇത് കൊള്ളാല്. ഇതിന്റെ പേരെന്തുവാ? ഇത് സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വലിച്ചു നോക്കാം. ചേട്ടാ, എനിക്ക് ട്യൂഷൻ ആ സമയം 3 മണി വരെ ക്ലാസ്. ആ നാശത്തിനെ എവിടെയെങ്കിലും കൊണ്ടുവിട്. നീ കൊണ്ടുവിട്. ഞാനൊന്ന് വലിക്കട്ടാ. തന്നെ മോളെ പൊക്കോ. All the lights are coming. Twinkle, twinkle, little star. How I wonder what you are. Up above the waist to high, like a diamond in the sky. സമയം 4 മണിയായിട്ടും പെങ്ങൾ വീട്ടിലെത്തിയില്ല. ചേട്ടൻ അഞ്ജലി ഒരു ചായ എടുത്തോണ്ടാടി. അഞ്ജലി ഇവിടുന്ന് എവിടെ പോയി? സമയമാകുമ്പോ വരുന്നതാണല്ലോ. അഞ്ജലി പൊട്ടൻ ഇനി. അയ്യോ, അവള് വന്നില്ല ഇതുവരെയായിട്ട്. എന്തോ കൊടുക്കിനി ഒരു ഇവിടെ ഇനി വല്ലന്മാരുമായിട്ടും പോയേക്കുവാണോ? ഡൗട്ടാ. എന്തോ എടുക്കും? ഒന്ന് പോയി നോക്കിയിട്ട്. അഞ്ജലി 6 മണിയായിട്ടും അനിയത്തി വീട്ടിലെത്തിയിട്ടില്ല. എന്ത് ചെയ്യും? ചേട്ടൻ പരിഭ്രാന്തനായി. ഇനി ആ പരനാറി എങ്ങാനും വല്ലതും ചെയ്തു കാണുമോ? എന്റെ പടച്ചവനെ, ഇനി വല്ലതും ചെയ്തു കാണുമോ? എന്റെ അവന്റെ ഗൂഗിൾ മാപ്പ് അവന്റെ ലൊക്കേഷൻ നോക്കിയല്ലോ. ഇത് അവന്റെ വീടല്ലേ കാണിക്കുന്നത്? ഇടമരുന്ന് പോയി നോക്കാം. വീട്ടിലെത്തി. നീ എന്താണ് അവളെ അകത്ത് നോക്ക്. ഇവിടെ നീ എന്തുവാടാ ചെയ്തവളെ? പറയണ പരനാറി. ഇവിടെ പട്ടി പറയണോ? എന്തുവാടാ ചെയ്ത? അത് എടാ നീ എന്തുവാടാ ചെയ്ത പട്ടി? ഇവിടെ പറയണം. അളിയാ അത് നീ ഒന്ന് സമാധാനിക്ക്. ഈ ഷർട്ട് ഇട്ടുണ്ട്. നിന്റെ ഷർട്ട് വർത്താനം പറയല്ലോ എന്നോട് കേട്ടോ. നീ ജീവിച്ചിരിക്കട്ടാ നാറി. നീ ചാടാ. നീ എന്തും. അയ്യോ പച്ചക്കറി ഒരു അലർച്ചയല്ലേ കേട്ടാ. വീട്ടിലെന്താ സ്വന്തം പോയി എടുക്കുന്നു. ഇനി വല്ല സീനായിരിക്കുമോ? അയ്യോ, ഒരാള് ചത്തലേ കിടക്കുന്ന. ഇവനെന്തിരുന്ന് കഞ്ചാവ് പടച്ചവന് എന്ത് കാണുന്നത്? ഇവനെന്തിരുന്നു? പ്രധാന വാർത്തകൾ. സ്വന്തം ചേട്ടൻ അനിയത്തിയെ പീഡിപ്പിച്ചു. ചേട്ടൻ അറസ്റ്റിൽ. ഇത് കായംകുളത്ത് നിന്ന് ന്യൂസ് ലൈനാണ്. രക്ഷിക്കാൻ വന്ന ഒരാളെ കൊന്നു. അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ക്യാമറമാൻ സുധീഷിനോടൊപ്പം ഷഹൻഷാ ഫ്രം കായംകുളം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം ഈ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം അനിയത്തെ പോലും നോക്കാതെ പീഡിപ്പിക്കുന്ന കാലമാണിത്. അപ്പോൾ നമ്മൾ അതിനെതിരെ പ്രയത്നിക്കണം എന്ന് വീണ്ടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.